ടെറസ് ബൈ മക്കാവോ ട്രിവാൻഡ്രത്തെ ഒരു പ്രീമിയം റെസ്റ്റോറൻ്റാണ് ടെറസ് ബൈ മക്കാവോ. റെസ്റ്റോറൻ്റ് എന്നോ കഫേന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അവിടെ റൂഫ് ടോപ്പ് ആംബിയൻസ് ആണ്. പോയിട്ടില്ലാത്തവർ വളരെ ചുരുക്കം മാത്രമാണ്. എല്ലാ ഫുഡ് ലവേഴ്സും ആംബിയൻസ് ലവേഴ്സും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ ടെറസ് ബൈ മക്കാവോ. ഇവിടുത്തെ ഫുഡൊക്കെ സൂപ്പറാണെങ്കിലും കുറേ പേര് പറയുന്ന ഒരു പരാതിയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ ഞാൻ ഇന്ന് ടെറസ് ബൈ മക്കാവിൽ എത്തിയിരിക്കുന്നത് ഇവിടെ അവർ 2-3 ഓഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കി വീഡിയോ എടുത്ത് നിങ്ങളുടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓഫേഴ്സിലെ ഫസ്റ്റ് ഐറ്റം ഏതാണെന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും ഡാൽ കറിയും കൂടെ വരുന്നൊരു സാധനമാണ്. ഡാൽ കറി എന്ന് പറയുമ്പോൾ നമ്മുടെ പരിപ്പ് കറിയാണ്. ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഡാൽ കറിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആ നെയ്ച്ചോറിൽ ഞാൻ ബീഫ് പള്ളിക്കറിയുടെ കുറച്ചും ഡാൽ കറിയും കുറച്ച് ചേർത്ത് ഒരുമിച്ചങ്ങ് കൂട്ടി കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ. ഇത് മൂന്നും കൂടി വരുന്ന ഒരു കോംബോയാണ്. റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയാം. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. നെയ്ച്ചോറിനേക്കാളും എനിക്ക് ആ പരിപ്പ് കറിയും ബീഫ് പള്ളിക്കറിയും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ പള്ളിക്കറി ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ബീഫ് പള്ളിക്കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 199 രൂപയാണ് ഇവിടുത്തെ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും കോംബോന് വരുന്നത്. അടുത്ത കോംബോ ആയിട്ട് വരുന്നത് മലബാർ ബിരിയാണിയും സർബത്തും കൂടിയിട്ട് വരുന്നതാണ്. അതിന് ചാർജ് ചെയ്യുന്നത് 189 ആണ്, 189 രൂപയാണ്. ബിരിയാണി റൈസിനേക്കാളും കൊള്ളാമെന്ന് തോന്നിയത് അവിടുത്തെ മസാലയും ആ ചിക്കനുമാണ്. 2 പീസാണ് ഉണ്ടായിരുന്നത്, അതിലൊന്ന് ലെഗ് പീസായിരുന്നേ. ഇതാണ് അടുത്ത ഓഫർ. നമ്മുടെ ബാർബിക്യൂ ചിക്കൻ്റെ ലെഗ് പീസ് വരുന്നതാണ്. അത് 149 ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. നോർമലി ഇവിടെ 220 സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു. ടെറസിലെ ബാർബിക്യൂ അൽഫാമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ച് നോക്കിയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതിന് മുന്നേയൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ബാർബിക്യൂ തന്നെയായിരുന്നു. ജസ്റ്റ് അതിലൊരു പീസ് കുറച്ച് പിച്ച് നോക്കി ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കി. ഒപ്പം തന്നെ കുറച്ചൊരു വെജീസും വരുന്നുണ്ട്, അതും കുബൂസും ഒക്കെ കൂടെ കഴിച്ചു. പിന്നെ ബാക്കി ഇരുന്ന ബിരിയാണി അങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്, ഫുഡും നൈസ് ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഓഫർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടെറസ് ബൈ മക്കാവിൽ പോയിട്ട് ഈ ഓഫേഴ്സ് ചോദിച്ചു നോക്കണേ. ടെറസിൽ പോയത് ഉച്ചയ്ക്കായിരുന്നു. പിന്നെ വൈകിട്ട് കിംസ് ഹോസ്പിറ്റൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വെമ്പാലവട്ടത്തുള്ള ഇമ്പീരിയൽ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തോ ഒരു ചിക്കൻ മുരിങ്ങ സൂപ്പാണെന്ന് തോന്നുന്നു, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് നാളായി കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട്. ഇത് ഇമ്പീരിയൽ കിച്ചണിലെ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്റ്റാർട്ടർ ഐറ്റമാണ്. ചീരമുളക് തവ ഫിഷ് ബാസ ഫിഷിലാണ് വരുന്നത്. സംഭവം നൈസാണ് കേട്ടോ. പിന്നെ ഇതും സ്റ്റാർട്ടേഴ്സിൽ വരുന്ന മാഷ്ഡ് പൊട്ടറ്റയും പിന്നെ നമ്മുടെ ഈ ചിക്കൻ ലോലിപോപ്പ് കാന്താരി ഫ്ലേവറിൽ വരുന്ന ഒരു സംഭവമാണ്. ഒപ്പം ഒരു ചട്നി ഉണ്ടായിരുന്നു, അതും കഴിച്ചുകൊണ്ടിരിക്കാൻ അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. അതും കഴിഞ്ഞ് രാത്രി മണക്കാട് ഏരിയയിലോട്ടൊക്കെ കുറച്ച് കറങ്ങി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവിടുത്തെ സൈത്തൂൺ റെസ്റ്റോറൻറ്റ് അറിയാമോ, ഒരുപാട് കോംബോസ് ഓഫേഴ്സൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ മണക്കാട് സ്കൂളിൻ്റെയൊക്കെ അടുത്താണ്. അവിടെ ഞാൻ ഈ ഇടയ്ക്ക് പാസ് ചെയ്ത് പോയപ്പോൾ ഡ്രാഗൺ അൽഫാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഡ്രാഗൺ അൽഫാം എന്ന് കേട്ടിട്ടേ ഇല്ല. എനിക്ക് ഡ്രാഗൺ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അൽഫാമിൽ ആ ഫ്ലേവർ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്വാർട്ടർ ഡ്രാഗൺ അൽഫാമും പിന്നെ ഇവിടുത്തെ ആ സ്പെഷ്യൽ എപ്പോഴുമുള്ള ആ മാജിക് ഗ്രിൽ ചിക്കൻ അൽഫാമില്ലേ, അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. 3 ബറോട്ടയും ഈ ക്വാർട്ടർ ലെഗ് പീസ് അൽഫാം വരുന്ന കോംബോയാണ്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാജിക് ഗ്രിൽ ചിക്കൻ തന്നെയാണ്. ഡ്രാഗൺ അൽഫാമിൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു ഓക്കെ ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ മയോണൈസൊക്കെ സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.